ഇനുച്ചേവാ നമുക്കിനി അറിയൂല എന്താ സാധനം ഒന്ന്. ഇതാണ് കോഴിക്കാൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പിഷാരികാവിൽ അമ്പലത്തിലൊക്കെ പോയി കൊയിലാണ്ടി താമസിക്കുകയൊക്കെ ചെയ്ത് തിരിച്ചു വന്നതാണ്. പിന്നെ നമ്മുടെ മുമ്പേ ഇട്ടുണ്ടായിരുന്നു അതിനു ഇവർക്ക് സൗണ്ട് പോയി കേട്ടോ. പിഷാരികാവിൽ ഉത്സവം പ്രമാണിച്ച് സൗണ്ട് പോയാണ്. അതുകൊണ്ടാണ് അധികം ഒന്നും വർത്തമാനം പറയാൻ ആകത്തെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. അപ്പൊ ഗുളിക ഇന്നലെ കാണിച്ച് ഗുളികയെല്ലാം കുടിച്ചപ്പോ അപ്പൊ ഇയാള് കൊയിലാണ്ടി പോയ സമയത്ത് എന്തില്ല, ഇടയ്ക്ക് കാറ്റ് മാത്രമേ വരുള്ളൂ. കൊയിലാണ്ടി പോയ സമയത്ത് ഞാളെ കൂടെ തന്നെ അതിനും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം വെക്കേഷൻ ആയതിനെ കൊണ്ട് മക്കൾക്കും എല്ലാം കൂടി നല്ലൊരു ഇതാവുമല്ലോ. അതിനും ദീപേച്ചിയും സീതും ഒക്കെ വന്നിട്ടുണ്ട്. ദീപേച്ചി ഏട്ടന്റെ ഭാര്യ. അത് ചിലപ്പോ എല്ലാവർക്കും അറിയാം, നമ്മൾ ഓണത്തിനൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടാ എന്തായാലും മനസ്സിലാവും. അപ്പൊ ഇന്നേ എന്താ പറയാ, അവര് കൂടാൻ വന്നാണ്. 1-2 ദിവസം വീട്ടിലുണ്ടാവും. ഒക്കെ വന്നതുകൊണ്ട് ഇതാ സ്റ്റൈലൻ ഷാർജ ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാവർക്കും കൊടുക്ക. എല്ലാവരും വന്നോ? ഞാൻ പറഞ്ഞോ എന്നാ അയിനൂസിന് കൊടുക്ക്. ഇതാ ഞാൻ കുടിച്ചോ. സിദ്ധു ഇതാണ് ഷീതു. അനൂസ് എങ്ങനെയുണ്ട്? രസമില്ല? ഉണ്ട്. അതിനു വീട്ടിലെത്തിയിട്ടുണ്ട്. അതിനു എല്ലാവർക്കും ഹായ് പറ. അമ്മ കൊടുക്കും. സിദ്ധുവിന് ഭയങ്കര ഇഷ്ടമായി അതിനുവിനാ. കുറേ അനൂസ് പോയില്ലേ അമ്പലത്തിൽ പോയിക്കാ? 7 ആനയാ? 8 ആനയാ? എന്തെല്ലാം വാങ്ങിയ പിന്നൊരു ഇങ്ങനെ ആക്കിയ വരുന്നൊരു അതിനോട് വെട്ടാന മാളുണ്ട്. ലൈറ്റ് കത്തിക്കുന്ന വാള് അതെവിടെയുള്ള വീട്ടിലുണ്ടാ? എല്ലാം പൊടിച്ചിട്ടുണ്ടാവും. ഇല്ലേ? ഞാൻ വാങ്ങിയതാ. ഞാൻ വാങ്ങിയത് എവിടെയുണ്ട്? ഇപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഇന്നിപ്പോ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് നമ്മള് പയൻകുറ്റി മലയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പൊ എല്ലാവരും ഡ്രസ്സെല്ലാം മാറ്റി ഇങ്ങനെ ഉഷാറായിരിക്കുന്നുണ്ട്. അല്ല അനൂസേ? അനുവിന്റെ ഫോണത്. സിദ്ധു നമ്മള് പോവല്ലേ? അമ്മേനെല്ലാം വിളിക്കുക. ഇതിപ്പോ നമ്മള് പയൻകുറ്റി മലയുടെ മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. വന്ന പാട് തിന്നേണ്ട പരിപാടിയില്ല. വരുന്ന സമയത്ത് തട്ടുകടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ കഴിക്കുക. കൈ കാണിക്കുന്നു. ഇതാ അനൂസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പഴംപൊരി. ഈ സാധനം ദീപേച്ചിക്ക് അറിയൂല എന്താ സാധനം ഒന്ന്. ഇതാണ് കോഴിക്കാൽ. കപ്പ കൊണ്ട് ഉപയോഗിച്ച് കപ്പ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് വെച്ചിട്ട് പൊരിച്ചെടുക്കുന്ന സാധനമാണ്. ദേവു പൊളിച്ച് നിൽക്കണ്ടേ ഇങ്ങോട്ട്? പഴംകുറ്റി മലയിൽ നോക്കിയാന്നേല് എനിക്ക് തോന്നുന്നത് ഇപ്പൊ 3ാമത്തെ വട്ടാപ്പിള് വരുന്നതന്നെ. വളരെ അടുത്താണ്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് വീട്ടിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇടക്കിടക്ക് വരും. പിന്നെ എന്താണ്, എന്നാലും എത്ര വൈകി എത്തിയാൽ എന്തായാലും
ഇവിടെ എത്തിക്കഴിഞ്ഞാല് നല്ല ഇതിപ്പോ ഇത്രയും ചൂടുള്ള സമയത്ത് നല്ല കാറ്റും ഒക്കെ. ഇവിടെയുള്ള കുറെ അടിപൊളി എന്താ പറയാ മറ്റേ ഇരുടാവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, എല്ലാം കഴിഞ്ഞതാ അമ്പലത്തിന്റെ അടുത്തേക്ക് പോവാട്ടോ. വീട്ടിലാണിപ്പോ ചൂടെടുത്ത് വേർപ്പിച്ച് അതിനു വാ. തണുപ്പ് കാറ്റ് കിട്ടുന്നുണ്ടെന്നാണ് സിദ്ധു പറയുന്നത്. കുഞ്ഞു തണുപ്പ് കാറ്റില്ലേ നല്ല സുഖല്ലേ, ആണെങ്കിൽ ഇപ്പം വേർപ്പിച്ചു. പക്ഷെ വേഗം ഇരുടായി തോന്നുന്നു. എനിക്ക് തോന്നുന്നു മഴക്കാറുണ്ടായിരിക്കും അല്ലേ. മഴ പെയ്യൂല എന്നാലും വിനുച്ചേവാ. നമുക്കിനി അമ്പലത്തിന്റെ സൈഡിലേക്ക് ഒന്ന് പോവാം. മോളെ അയിനുവിനെ പിടിക്കാൻ പോലീസ് വരുന്നു. പോലീസ് മാമ അയിനു നോക്ക്. അയച്ചിട്ട് ബാക്കിയും കൂടി ഇട്. കാണല്ലേ ലൈറ്റ് ഏകദേശം ഒരു 7:30 ആയി. പക്ഷെ ഇവിടുത്തെ കുറേ ലൈറ്റും കാര്യമൊക്കെ ഉണ്ട്. ഇത് ഒരു 1.5 കൊല്ലമായി, 2 കൊല്ലത്തോളമായി. ഇതിന്റെ മുമ്പേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് നമ്മൾ സാധാരണ ഉണ്ടാകാറില്ല, നേരത്തെ അങ്ങ് പോകാറുണ്ട്. പക്ഷെ ലൈറ്റ് ഇട്ടിട്ട് അടിപൊളിയാട്ടാ അല്ലേ, നല്ലൊരു കണ്ടിനെടുത്തിനാ. അതെ, എന്താ ലൈറ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും പഴംകുറ്റി മലയിൽ വരാത്തോലുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, സമയം കണക്കാക്കിട്ട് തന്നെ വരുന്നല്ല ശരിക്കും. പിന്നെ വണ്ടിയൊക്കെ എടുത്ത് വരുന്നതിന് ശ്രദ്ധിക്കണം. കുറച്ചൊരു കയറ്റുണ്ട്, ആ കയറ്റൊന്ന് ശ്രദ്ധിച്ച് വരുക. അപ്പം പിള്ളേരൊക്കെ ഏകദേശം ക്ഷീണിച്ച് കഴിഞ്ഞു. അപ്പോൾ തിരിച്ചു പോകേണ്ട പരിപാടിയായി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ അയിനും പിന്നെ അയിനുവിൻ്റെ അമ്മയും ദീപേച്ചിയും പിന്നെ സീതു ഒക്കെ വന്നതുകൊണ്ട് ആണ് നമ്മൾ പഴംകുറ്റിമലയിൽ പോയത്. പഴംകുറ്റിമലയിൽ പോയി അവിടെ കറക്റ്റ് സമയത്ത് എത്തിയത്. ഏകദേശം അസ്തമിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ അസ്തമയമൊക്കെ കണ്ടു. പിന്നെ മക്കൾസൊക്കെ ഭയങ്കര ഹാപ്പിയായി. അവിടെ ഡാൻസൊക്കെ കളിച്ചു. ഇതാ സീതുവും ഇവളും കൂടി ഡാൻസൊക്കെ കളിച്ചു. ഇവള് മിണ്ടാണ്ടിരിക്കുന്നത് നോക്കണ്ട കേട്ടാ. ഇത് സൗണ്ട് നേരത്തെ പറഞ്ഞാണ് സൗണ്ട് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവിടെ ഒരു 1.5 മണിക്കൂർ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ പെങ്ങളെ വീട്ടിൽ സജിനയുടെ വീട്ടിൽ പോയി. അവിടെ ശ്രീജേട്ടനും അളിയനും പിന്നെ ദിയും അതായത് പെങ്ങളെ മോളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് നേരം ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ. എല്ലാവരും അതിൻ്റെ ക്ഷീണത്തിലൊക്കെയാണ്. സിദ്ധു കുഞ്ഞു. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഇന്നത്തെ ദിവസം ഇതായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ആളുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് പുറത്തൊക്കെ കറങ്ങി വന്ന്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ചെറിയ നിമിഷങ്ങൾ നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യാൻ ആണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ സിദ്ധുവിൻ്റെ ബർത്ത്ഡേ ഒരുപാട് ആൾക്കാർ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. സിദ്ധുവിൻ്റെ ഡ്രസ്സ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും സിദ്ധുവിൻ്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യുക, നന്ദി ആശംസിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ശ്രമിക്കുന്നുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഓരോ വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോ കണ്ടന്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇത് ഫാമിലി വ്ളോഗ് ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ കണ്ടന്റ് ബേസ് ചെയ്തിട്ടല്ല വീഡിയോസ് ഇറക്കുന്നത്. നമ്മളെ ഫാമിലിയിലുള്ള ആ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അധികം വീഡിയോ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടെ തന്നെ വേണം. പിന്നെ ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇതിൽ കമൻ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട്, കാരണം അവർ സമയം കണ്ടെത്തി നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിലൊക്കെ. അവരൊക്കെ അധികം കമൻ്റ് ഇടുന്നുണ്ട്, നല്ല നല്ല കമൻ്റൊക്കെ ഇടുന്നുണ്ട്. ഇന്നേ കാര്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരെയും ഓർമ്മിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ എന്ത് ചെയ്യാം, ഇനി അടുത്ത വീഡിയോക്ക് കാണുന്നവരെ എല്ലാവർക്കും കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ